ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ ഇവിടെയൊക്കെ മഴ തന്നെയാണ് കേട്ടോ. എന്നാലും ആ ശക്തിയായിട്ടുള്ള മഴയ്ക്ക് കുറച്ചൊന്ന് കുറവ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മളൊരു ചെറിയൊരു റെസിപ്പിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാകുകയും ചെയ്യും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള, നിങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ പേർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായി കണ്ട് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും, വീഡിയോ കാണുന്ന ന്യൂ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവുമാണ് നമ്മളെ വീഡിയോ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. സാധാരണ മുട്ടയും പാലും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവരെ ഇഷ്ടപ്പെടും കേട്ടോ. ഒരു മുറി തേങ്ങയിൽ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. പിന്നെയെന്ന് വെച്ചാൽ ദോശക്കല്ല് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പം തണുത്ത് കിട്ടും. പിന്നെ മാവ് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഗോതമ്പ് പൊടി ആണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഏകദേശം ഒരു ഗ്ലാസ് പാലോ അല്ലെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് വേണമെങ്കിലും കുഴച്ചെടുക്കാം. പിന്നെ ഒരു മുട്ടയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉപ്പ് ചേർത്ത് കലക്കിയെടുക്കണം. മാവ് കലക്കിയെടുക്കുമ്പോൾ അധികം കട്ടി വേണ്ട കേട്ടോ. കട്ടി ഉണ്ടെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാൻ നല്ല പാടായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടത്തുമില്ല. കഴിക്കാൻ നേരത്ത് നല്ല കട്ടിയായിരിക്കും കേട്ടോ. അപ്പം ലൂസായിട്ട് പരത്തി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കണക്ക് നമുക്ക് പരത്തിയെടുക്കാനും സാധിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം കുഞ്ഞുങ്ങൾക്കും കഴിക്കാനായിട്ട് നമ്മൾ മൊരിച്ചെടുത്താൽ മതി. ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലോ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല മൊരിഞ്ഞു കിട്ടുകയും ചെയ്യും. ഒരു സൈഡൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടത്തുള്ളൂ. എന്നിട്ട് നമുക്ക് തേങ്ങ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ഒരു സൈഡിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ നമുക്ക് കുറച്ച് മധുരം അധികം ചേർക്കാം കേട്ടോ. പിന്നെ ചില കുട്ടികളൊക്കെ മുട്ടയും പാലും ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും. പിന്നെ അതുമല്ലാതെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ മുട്ടയും പാലും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്.